എല്ലാവരും അതിലേക്ക് തങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം. അതിന്റെ പ്രാരംഭ വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ തന്നെ ചിന്തിക്കും. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. രണ്ട് ഉയർപ്പിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ വ്യക്തമാക്കുന്നു. ഒന്ന്, പാപസംബന്ധമായി മരിച്ച് വെള്ളത്തിൽ ആ പഴയ മനുഷ്യനെ അടക്കം ചെയ്ത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന പുനരുത്ഥാനം. ഇത് മനസ്സിലാക്കുവാൻ റോമാലേഖനം 6-ാം അധ്യായം പഠിക്കണം. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് ജീവന്റെ മഹിമയിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമോ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുമെന്നുള്ള ഭാവികാല പ്രത്യാശ. അവിടെ പാപസംബന്ധമായി നമ്മളെ മരിച്ച മനുഷ്യനെ വെള്ളമാകുന്ന കല്ലറയിൽ അടക്കം ചെയ്ത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന പുനരുത്ഥാനം. ആ പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പങ്ക് ലഭിച്ചെങ്കിൽ, നിഴലായതിൽ നിങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ, പൊരുളായ ഒരു പുനരുത്ഥാനം നിങ്ങൾക്കുണ്ടെന്ന് റോമാലേഖനം 6-ൽ വ്യക്തമാക്കിയ പൗലോസ് കൊലോസ്യ ലേഖനം 3-ൽ ഒന്നുകൂടെ എടുത്തു പറഞ്ഞു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ, പാപസംബന്ധമായി മരിച്ച നിങ്ങളിലെ മനുഷ്യനെ വെള്ളമാകുന്ന കല്ലറയിൽ സ്നാനത്താൽ അടക്കം ചെയ്ത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന ഒരു ഉയർപ്പ് നിങ്ങൾക്ക് ലഭിച്ചത് ക്രിസ്തു ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ തന്നെ നിങ്ങൾ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ആദ്യത്തേത് പാപസംബന്ധമായി മരിച്ച് കല്ലറയിൽ നിന്ന് ഉയർത്ത പുനരുത്ഥാനവും, രണ്ടാമത്തത് ഫിസിക്കൽ ഡെത്തിൽ, ശാരീരിക മരണത്തിൽ കല്ലറയിൽ അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റുവെന്ന പുനരുത്ഥാനം. എന്നാൽ പാപസംബന്ധമായി മരിച്ച് വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ നിങ്ങൾ ഇനി ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ നിന്ന് ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുള്ള ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നു. ഫിസിക്കൽ ഡെത്ത് അങ്ങനെ അടക്കം ചെയ്ത് നിങ്ങൾക്ക് ഒരു പുനരുത്ഥാനമുണ്ടെന്ന് പൗലോസ് വ്യക്തമാക്കി. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പാപസംബന്ധമായി മരിച്ച് സ്നാനത്താൽ വെള്ളത്തിൽ അടക്കം ചെയ്ത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന നമുക്ക് കർത്താവിന്റെ വരവിനാളിൽ ഒരു പുനരുത്ഥാനമുണ്ടെന്ന് പൗലോസ് വ്യക്തമാക്കി. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. മരണവീടുകളിൽ ഞാൻ ഇത് വ്യക്തമാക്കാറുണ്ട്, ദൈവങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ. അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ, ഒരു ഉയർപ്പിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ, ആകയാൽ 5-ാം വാക്യം, ഇങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പുനരുത്ഥാനത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. പഞ്ചോപദേശ സംഗ്രഹമാണ് 3-ാം അധ്യായം കൊലോസ്യ ലേഖനം. 5 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ദഹിപ്പിക്കണം. കൊല്ലരുത്, ഫ്രീസ് ചെയ്ത് വെക്കണം. അത് ഈ ജഡത്തിൽ പ്രവർത്തിക്കുന്ന സ്വഭാവങ്ങളാണ്. കൊന്നുകളഞ്ഞാൽ, ഈ ജഡം കൊന്നുകളഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ല. ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന 5 കൂട്ടം സ്വഭാവങ്ങളെ ഫ്രീസ് ചെയ്ത് വെക്കുക, മരിപ്പിച്ചു വെക്കുക. അത് പ്രവർത്തനക്ഷമമാകരുത്. എന്തൊക്കെ? നമ്പർ 1 ദുർനടപ്പ്,
അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഈ 5 കൂട്ടം കാര്യങ്ങളെ എന്ത് ചെയ്യണം? ഫ്രീസ് ചെയ്ത് വെക്കണം. കൊന്നു മാറ്റരുത്. അത് ഈ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കുന്ന മോഹങ്ങളും ആശകളുമാണ്. അതിനെ മരിപ്പിച്ച് വെക്കുക ഉണ്ട്, പക്ഷെ അത് പ്രവർത്തനക്ഷമമല്ല. ഓരോന്നും എടുത്ത് വിശദീകരിക്കുവാൻ സമയങ്ങൾ വേണം. ഇവിടെ പറയുന്ന ഓരോന്നും ദുർമോഹം, വിശുദ്ധമല്ലാത്ത സകല മോഹങ്ങളും ദുർമോഹങ്ങളാണ്. മോഹം എല്ലാവർക്കുമുണ്ട്, ഉപദേശിക്കുമുണ്ട്, വിശ്വാസിക്കുമുണ്ട് മോഹം. മോഹമില്ലാത്ത ആരുമില്ല. എന്റെ പൊന്നു പാസ്റ്ററെ, എനിക്ക് ഒരു മോഹവുമില്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അതൊരു ശവമാണ്. ജീവനുണ്ടോ? എല്ലാവർക്കും എന്തുണ്ട്? മോഹമുണ്ട്. ഏത് വിശുദ്ധനും മോഹമുണ്ട്. പക്ഷെ ആ മോഹം ദൈവിക പരിജ്ഞാനത്തിൽ ഒതുക്കണം. അതാണ് വിജയം. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. പക്ഷെ അത് പരിജ്ഞാനത്തിൽ കവിഞ്ഞു പോയാൽ, ഉദാഹരണം, ആടിന്റെ പാല് കൊണ്ട് ഇടയൻ ഉപജീവനം നടത്തണം. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ആട് പാല് കൊടുക്കുന്നു, ഇടയൻ അകിടിൽ ഇടിച്ച് തൊഴിച്ച് രക്തം കൂടെ കവർന്നെടുക്കാൻ നോക്കിയാൽ അത് അത്യാഗ്രഹമാണ്. അതാണ് പാപം. വിശ്വാസികൾ പാസ്റ്റർക്ക് ദശാംശം കൊടുക്കണമെന്നുള്ളത് പാസ്റ്റർ ആഗ്രഹിക്കുന്നെങ്കിൽ അത് പാപമല്ല, അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ആട് ഇടയന് പാല് കൊടുക്കണമെന്നുള്ളത് വ്യവസ്ഥയാണ്, തിരുവചനത്തിന്റെ വ്യവസ്ഥയാണ്. അത് മോഹിക്കുന്ന ഒരു പാസ്റ്റർ അത്യാഗ്രഹിയല്ല, അത് ദൈവത്തിന്റെ വ്യവസ്ഥ. എന്നാൽ അതിനപ്പുറം രക്തവും മാംസം കൂടെ അറുത്തെടുക്കാൻ ഒരു ഇടയൻ നോക്കിയാൽ അതാണ് പാപം. സ്തോത്രം വരുന്നില്ലല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചാട്ടെ. ആമേൻ. അപ്പൊ ഞങ്ങളൊക്കെ നിങ്ങളുടെ ദശാംശം ആഗ്രഹിച്ചെങ്കിൽ അത് എന്തല്ല പാവമല്ല. എന്നാൽ അതിനപ്പുറം ആഗ്രഹിച്ചെങ്കിൽ അതെന്താ? അത് പാവമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത എന്താ നാം വായിച്ച്? അത്യാഗ്രഹം. അതൊക്കെ വിശദീകരിക്കാൻ പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഈ 5 കൂട്ടം അവയവങ്ങളെ പരിപ്പിപ്പിൻ. അടുത്ത വായിച്ച താഴെ വേഗം പോകാം. ഈ വക നിമിത്തം ദൈവകോപം അനുസരണപ്പെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം. ഇനി അടുത്ത 5 വിട്ടുകളയേണ്ട 5 എന്തൊക്കെ വിട്ടുകളയണം? നമ്പർ 1 കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം. ഈ 5 കൂട്ടം കാര്യങ്ങൾ വിട്ടുകളയണം. ആദ്യത്തെ 5 മരിപ്പിക്കുക, ഈ 5 ഉമണ്ട് കളയുക, വിട്ടുകളയുക. അത് വെച്ചുകൊണ്ടിരിക്കരുത്. കോപം എല്ലാവർക്കുമുണ്ട്. ഉപദേശിക്കും കോപമുണ്ട്, വിശ്വാസിക്കും കോപമുണ്ട്. ആരാധന നടക്കേണ്ട ആലയത്തിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്ത് വാണിഭശാലയാക്കി മാറ്റിയപ്പോൾ യേശു കോപിച്ചു. അതൊരു വിശുദ്ധ കോപമായിരുന്നു. ആലയം ശുദ്ധീകരിച്ചെടുക്കാനുള്ള കോപം. ഉപദേശിക്കും വിശ്വാസിക്കും കോപമുണ്ട്. ഏത് വിശുദ്ധനും കോപമുണ്ട്. എനിക്ക് കോപമൊന്നുമില്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അതൊരു ശവമാണ്. എല്ലാവർക്കും കോപമുണ്ട്. പക്ഷെ ആ കോപം നിയന്ത്രണ വിധേയമായിരിക്കണം. നിങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരാണല്ലോ. വാഹന സ്പീഡ് കൂടുന്നു, ഇങ്ങനെ പോയാൽ മുമ്പിൽ ആക്സിഡന്റ് ഉണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടായാൽ നമ്മൾ ആക്സിഡന്റ് നിന്ന് കാലെടുത്ത് ബ്രേക്കിൽ കാലിൽ ടച്ച് ചെയ്യുന്നു, അല്ലേ? ഇതുപോലെ നമ്മുടെ കോപത്തെ നിയന്ത്രിക്കണം. കോപിച്ചാലും അതുവരെ നമ്മുടെ കോപം നീണ്ടു പോകരുത്. അതിന്റെ സ്പീഡ് കൂട്ടണം, കുറയ്ക്കണം.
ആക്സിഡന്റ് നിന്ന് കാലെടുത്ത് ബ്രേക്ക് ടച്ച് ചെയ്ത് ഒരു വാഹനം സ്ലോ ഡൗൺ ചെയ്യുന്നത് പോലെ നമ്മുടെ കോപം സ്ലോ ഡൗൺ ചെയ്ത് നാം കൂളാകണം. എത്ര പേർക്ക് മനസ്സിലായി? അല്ലെങ്കിൽ അതെന്തിനെ കൊണ്ട് അവസാനിക്കും? പാപപ്രവൃത്തിയിൽ ചെന്ന കോപം അവസാനിക്കും. കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം, ഈ 5 കൂട്ടം കാര്യങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധമല്ലാത്ത സകല ഭാഷണങ്ങളും ദുർഭാഷണങ്ങളാണ്. ഇതെല്ലാം വിട്ടുകളയണം. അത് വെച്ചുകൊണ്ടിരിക്കരുത്. അതിനകത്ത് 6ാമതൊരു ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്, അല്പം ഗൗരവമുള്ളതുമാണ്. വായിച്ചേ. ഈ 5ൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടൈപ്പാണ് 6ാമത് കൊടുത്തിരിക്കുന്നത്. അന്യോന്യം എന്തോ പറയരുത്. തമ്മിൽ തമ്മിൽ ഒന്ന് കൈ കൊടുത്ത എല്ലാവരും കൈ കൊടുത്ത് മുഖത്ത് നോക്കി ഒന്ന് നോക്കിയേ. ആൻഡ്രൂസ് മാസ്റ്ററും ജെയിംസ് സാറിന് കൈ കൊടുത്ത് മുഖത്ത് നോക്കാനാ പറഞ്ഞത്. എല്ലാവരും കൊടുത്തേ, എല്ലാവരും കൊടുത്തേ. ദൂത് പറഞ്ഞേ, മുഖത്ത് നോക്കി ദൂത് പറ. ഇനി മേലെ സ്പോർട്സ് പറയരുത്. ചിരിക്കണോ പറയാനുള്ളത്? ദൂത് പറയാൻ ഇനി മേലാൽ പോസ്റ്റ് പറയരുത്. സത്യം പറഞ്ഞാൽ പ്രശ്നമുണ്ടെങ്കിൽ ഓടി മാറണം. എന്നാലും എന്തോ വരരുത്, പോസ്റ്റ് പറയരുത്. അപ്പൊ നിങ്ങളും പ്രസംഗിച്ചു, ഞാനും പ്രസംഗിച്ചു. നിങ്ങളുടെ പ്രസംഗം ഒറ്റ വാചകമായിരുന്നു. എന്തുവാ? പോസ്റ്റ് പറയരുത്. ഇന്ന് പെന്തക്കോസ്ത് കോളത്തിൽ ഏറ്റവും വ്യാപരിച്ചു നിൽക്കുന്ന ഒന്നാണ് ഭോഷ്കിന്റെ ആത്മാവ്. വാ തുറന്നാൽ നേര് പറയത്തില്ല. തിരുവല്ലായിൽ നിൽക്കുമ്പോൾ എങ്ങോട്ടാ ബ്രദറെ? കോഴഞ്ചേരിക്ക് പോവുക. ഇച്ചുനേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ചങ്ങനാശ്ശേരിക്ക് വണ്ടി കയറി പോകുന്നതാണ്. ചങ്ങനാശ്ശേരിക്ക് പോകുന്ന പറഞ്ഞവന് 5 പൈസയുടെ ചെലവില്ല, കൂടെ കയറി പോകുന്നില്ല. എന്നാലും നാവ് തുറന്നാൽ എന്തോ വരത്തില്ല, വാവുമ്പോ എന്തോ വരത്തില്ല, സത്യം വരത്തില്ല. ഇങ്ങനെ ഒരു കൂട്ടർ ഉണ്ടായിരുന്നു, ക്രേത്തർ. സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവേറന്മാരുമെന്ന് അവരിലൊരു വിദ്വാൻ അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവർക്ക് വിശ്വാസത്തിൽ ആരോഗ്യമുണ്ടാകേണ്ടതിന് നീ പഥ്യവചനം അവർക്ക് കൊടുക്ക്. അമ്മൂമ്മ കഥകളും കിഴവിക്കഥകളും പറഞ്ഞവരെ രസിപ്പിക്കാതെ അവർക്ക് പഥ്യോപദേശം, ആരോഗ്യത്തിന്റെ വചനം കൊടുത്തവരെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാക്കുവാൻ തീത്തോസിന് പൗലോസ് ലേഖനം എഴുതുന്നു. വാ തുറന്നാൽ ആ സഭയ്ക്ക് അകത്തുള്ളവരോടാ കേട്ടോ, പുറത്തുള്ളവരല്ല. എങ്ങനെയുള്ള ആൾക്കാര്? സ്തോത്രം. ക്രേത്തർ സർവദാ, അതായത് ക്രേത്തറിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവർ സഭയിലുണ്ട്. അവർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരുമാകുന്നു. അവർക്ക് എന്തില്ല? വിശ്വാസത്തിൽ ആരോഗ്യമില്ല. അവർക്ക് എപ്പോഴും ആരാധനയ്ക്ക് വന്ന വയറ് കുലുങ്ങി ചിരിക്കണം. വലിയ വയറ, പെരുവയറ. ആ വയറ് കുലുങ്ങി എന്ത് ചെയ്യണം? ചിരിക്കണം. ചിരിക്കത്തക്ക തമാശകൾ, പൊട്ടച്ചൊല്ലുകൾ, അമ്മുമ്മ കഥകൾ, അതുപോലുള്ള ഉദാഹരണങ്ങൾ കേട്ട് ശരീരം കുലുക്കി വയറ് കുലുക്കി ചിരിക്കണം. അങ്ങനെ ചിരിക്കാൻ ഒത്താൽ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ പറയും നല്ല പ്രസംഗമായിരുന്നെന്ന്. അവരെന്താ ആഗ്രഹിക്കുന്നില്ല? പഥ്യോപദേശം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വിശ്വാസത്തിൽ ആരോഗ്യമുണ്ടാകേണ്ടതിനാൽ നീ അവർക്ക് പഥ്യവചനം കൊടുക്കുവാൻ പൗലോസ് പറഞ്ഞു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അന്യന്യം എന്തോ പറയരുത്, പോസ്റ്റ് പറയരുത്. സ്തോത്രം. ഇന്ന് ഈ 3 ദിവസത്തെ കോൺഫറൻസിൽ എല്ലാവർക്കും കൈ കൊടുക്കുമ്പോൾ സ്തോത്രം പറയുന്നതിന് മുമ്പ് ആദ്യം എന്താ പറയണം? ഇനി മേലാൽ പോസ്റ്റ് പറയുമെന്ന് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. പോസ്റ്റിൽ പ്രിയപ്പെടുന്ന ഓഹരിയല്ല. എല്ലാവരും പറഞ്ഞില്ലല്ലോ. സ്നാനപ്പെട്ടാലും വലിയ ഉപദേശിയായാലും ബിഷപ്പായാലും കൃപാവരമുണ്ടെന്ന് പറഞ്ഞാലും നാമെടുത്താൽ പോസ്റ്റേ പറയുമെങ്കിൽ ലഭിക്കുന്ന ഓഹരി എന്തോ? തീയും ഗന്ധവും കത്തുന്ന പൊയ്യത്രയും. പോസ്റ്റ് പറയുന്നവന്റെ നാവ് അടഞ്ഞു പോകും. നാം പോസ്റ്റിൽ പ്രിയപ്പെടുന്നവരാകരുത്. നാം സത്യത്തിന് സാക്ഷികളാണ്. നമ്മുടെ അപ്പന്റെ പേര് സ്തോത്രം
യേശുവാണ്, അവൻ സത്യത്തിന്റെ പിതാവാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നാം ഭോഷ്കിന്റെ മക്കളല്ല, നാം സത്യത്തിന്റെ മക്കളാണ്. എല്ലാവരും പറഞ്ഞേ, ഞാൻ സത്യത്തിന്റെ മക്കളാണ്. താഴ്ത്ത് വായിച്ചേ, താഴ്ത്ത് വായിച്ചു പോ. നിങ്ങളുടെ പഴയ മനുഷ്യനെ പ്രവൃത്തികളോടുകൂടെ ഉരുങ്ങി കളഞ്ഞുവല്ലോ. പലരും ഉരുങ്ങി കളഞ്ഞെങ്കിലും പുതു മനുഷ്യനെ ധരിച്ചിട്ടില്ല. ഉരിഞ്ഞു കളഞ്ഞ് നടക്കുക പലരും, പക്ഷെ പുതിയൊന്നെടുത്ത് എന്ത് ചെയ്തിട്ടില്ല. എന്നാ വൃത്തിയിടാന്നറിയാം. അവിടെ ഇരിക്കണേ, ഞാൻ തുണി മാറിയിട്ട് വരട്ടെന്ന് പറഞ്ഞ് പോയിട്ട് തുണി മാറി ഇറങ്ങി വരിക. പുതിയൊന്നെടുത്ത് എന്ത് ചെയ്തില്ല. ഇന്ന് പെന്തക്കോസ്തിൽ പലരും അങ്ങനെ നടക്കുന്നത്. പുതിയ മനുഷ്യനെ എന്ത് ചെയ്തില്ല, പഴയതിനെ എന്ത് ചെയ്തു. അവിടാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെത് പിശാചിൻ്റെത് ഉരിഞ്ഞു കളഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെത് ധരിക്കണം. ധരിക്കേണ്ട വസ്ത്രത്തിന്റെ ലിസ്റ്റ് താഴെ ഞാൻ പറയാം. താഴോട്ട് വായിച്ചേ. ദൈവത്തിന്റെ വൃതന്മാരും ധരിക്കേണ്ട വസ്ത്രത്തിന്റെ ലിസ്റ്റ് കണക്ക് കൂട്ടൂ. 5 കൂട്ടം വസ്ത്രങ്ങൾ ധരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പഞ്ചോപദേശ സംഗ്രഹമാണ്. ഈ 3-ാമത്തെ 5-ലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. 5 കൂട്ടം വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കണം. 1-ാമത്തെ അടിവസ്ത്രത്തിന്റെ പേരാണ് മനസ്സലിവ്. 2-ാമത്തെ അടിവസ്ത്രം ദയ. 3-ാമത്തേത് താഴ്മ. 4-ാമത്തേത് സൗമ്യത. 5-ാമത്തേത് ദീർഘക്ഷമ. ഈ 5 കൂട്ടം വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കണം ഉരിഞ്ഞു കളഞ്ഞവർ. ഇതിനകത്ത് ഒരു ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. താഴ്ത്ത് വായിച്ച്. വിശദീകരിക്കുവാൻ സമയമില്ലല്ലോ. വായിച്ച്. അന്യോന്യം പൊറുക്കുകയും വഴക്കുണ്ടായാൽ ക്ഷമിക്കുകയും ചെയ്യും. ആറാമതൊരു ടൈപ്പ് ധരിക്കേണ്ട ഒരു ഓവർകോട്ട്. മനസ്സലിവ്, താഴ്മ, ദയ, ദീർഘക്ഷമ തുടങ്ങിയുള്ള മനസ്സലിവ് തുടങ്ങിയുള്ള അടിവസ്ത്രങ്ങൾ ധരിച്ചിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ ഒരു ഓവർകോട്ട് എടുത്തിടണം. എല്ലാറ്റിനും മീതെ പറഞ്ഞാട്ടെ, എല്ലാവരും ചേർന്ന് പറഞ്ഞു, എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. ഇന്നേക്ക് 60, 50, 40, 80, 90 വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ പെന്തക്കോസ്തിന്റെ വേല ആരംഭിക്കുമ്പോൾ ഉപദേശിമാരുടെ പേഴ്സണാലിറ്റിയോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അവരുടെ കുലമഹിമയോ സ്തോത്രം അവരിലെ കൃപാവരങ്ങളുടെ ശ്രദ്ധതയല്ല, ആയിരങ്ങളെ പമ്പാ നദിയിലും ആറാട്ടുപുഴ കടവിലും മണിമലയാറ്റിലും വെള്ളത്തിൽ മുങ്ങി അനേകർ പെന്തക്കോസ്തിലേക്ക് വന്നത്. അന്നത്തെ ഈ വക കാര്യങ്ങളല്ല, പെന്തക്കോസ്തിലെ സ്നേഹമാണ്. എത്ര പേർക്ക് മനസ്സിലായി? പെന്തക്കോസ്തിൽ കണ്ട സ്നേഹമാണ് ആയിരങ്ങളെ പെന്തക്കോസ്തിലേക്ക് കയറ്റിയത്. ആമേൻ. ആയിരുന്ന പള്ളിമേടകൾ വിട്ട്, അച്ഛൻ തിരുമേനി കുപ്പായ ബന്ധങ്ങൾ വിട്ട്, കുരിശുതത്തികൾ വിട്ട്, കുടുംബ കലവകൾ വിട്ട്, ശ്രേഷ്ഠമായ പാരമ്പര്യങ്ങളെ വിട്ട്, സ്തോത്രം, ചറ്റപ്പുരയിൽ ചാണകം മെഴുകിയ തറയിൽ കീറ്റപ്പ വിരിച്ചിട്ട് അനേകരുടെ വീടിന്റെ ചാർട്ടിൽ, ഓലമേഞ്ഞ ചാർട്ടിൽ, മഴവെള്ളത്തുള്ളി വെറ്റി വീഴുന്ന ഓലമേഞ്ഞ ചാർട്ടിൽ, ചാണകം മെഴുകിയ തറയിൽ, കീറ്റപ്പായുടെ കീഴിൽ പഴന്തുണി തിരികെ വെച്ച്, വെള്ളം മുറ്റി വീഴുന്ന തറയിൽ, ചാണകം കൊഴിഞ്ഞ തറയിൽ വെള്ളവസ്ത്രം ധരിച്ച് നമ്മുടെ മാതാപിതാക്കൾ ആരാധിച്ചപ്പോൾ അവരിൽ വ്യാപരിച്ച ഛേദോവികാരം ദൈവസ്നേഹമായിരുന്നു.
എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ആ സ്നേഹം എന്ന പെന്തക്കോസ്തിൽ ഓടി മറഞ്ഞു പോയി. ആ സ്നേഹം എന്ന സഭയ്ക്ക് മടങ്ങി വരുമോ അന്നാണ് ഉണർവ് പെരുകുന്നത്. ഒരു സഭയ്ക്കകത്ത് സ്നേഹമുണ്ടെങ്കിൽ ആ സഭയിൽ ഉണർവുണ്ടാകും. തമ്മിൽ സ്നേഹമില്ലാത്തവർ ഒത്തുകൂടിയാൽ ആരാധന വെളിപ്പെടത്തില്ല. എന്റെ അടുത്തിരിക്കുന്നതിന്റെ ഒരു ശത്രു എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനാണെങ്കിൽ എനിക്ക് ആത്മാവിലാകാൻ ഒക്കത്തില്ലെന്ന്, അന്യഭാഷ വരത്തില്ല. അതല്ലേ നമ്മൾ ഇഷ്ടമുള്ളവരുടെ അടുക്കൽ പോയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയിൽ സ്നേഹം മുറ്റി നിന്നാൽ ഉണർവുണ്ടാകും. ഒരു കാര്യം പിന്മാറ്റത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിന്റെ കുറവാണ്. സഭായോഗം മുടക്കലല്ല ആദ്യം, അത് മൂത്താണ് ആരാധന മുടക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്ന ആള് പിന്മാറ്റത്തിലാണ്. ദൈവസ്നേഹം കുറയുന്ന ഫീലിംഗ് ഉണ്ടാകുമ്പോൾ 3 ദിവസത്തെ ഉപവാസം വെച്ച് നാം സ്നേഹം വീണ്ടെടുക്കണം. താഴ്ത്തു വായിച്ചേ. വായിൽ നിന്ന് 5 കൂട്ടം കാര്യങ്ങൾ ഉമണ്ട് കളഞ്ഞില്ലേ? എന്തൊക്കെയാ ഉമണ്ട് കളഞ്ഞ്? കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം, ഭോഷ്ക്, ഇതൊക്കെ ഉമണ്ട് കളഞ്ഞില്ലേ? എന്നിട്ട് പല്ലില്ലാത്ത അമ്മൂമ്മയെ പോലെ അപ്പൂപ്പന്മാരെ പോലെ ഇരിക്കരുത്. ആ വായിൽ ഹൃദയത്തിൽ കുറച്ച് വേറെ ചിലത് നിറയ്ക്കണം. ഞാനെല്ലാം വിട്ടുകളഞ്ഞെന്നും പറഞ്ഞ് നടക്കരുത്. ഉരിഞ്ഞു കളഞ്ഞെടുത്ത് ധരിക്കണം, വിട്ടുകളഞ്ഞെടുത്ത് നിറയ്ക്കണം. എത്ര പേർക്ക് പിടികിട്ടി? എന്തൊക്കെയാ നിറയ്ക്കേണ്ടത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും ദൈവത്തിന് പാടിയും ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. 5 കൂട്ടം കാര്യങ്ങൾ വസിക്കണം. 5 കൊണ്ട് കളഞ്ഞെങ്കിൽ അതിന് പകരം 5 എടുത്ത് നിറയ്ക്കണം. ഊണ് കളഞ്ഞ് ശൂന്യതയോടെ നടക്കുകയല്ല. ആമേൻ. അപ്പന്റെ ഇളയായ 7 വയസ്സുള്ള 2ാമത്തെ കാളെ ഗിദെയോനെ അശേര പ്രതിഷ്ഠകളെ തകർത്ത് നീ അപ്പന്റെ ഇടിച്ചെങ്കിൽ ദൈവത്തിന്റെ പണിത് അവിടെ നിറയ്ക്കണം. ഇടിച്ചു കളഞ്ഞിട്ട് നടക്കരുത്. സ്വർഗത്തിന്റെ പണിത് അവിടെ നീ യാഗമുയർത്തണം. മനുഷ്യരാകെ സ്തുതിച്ചാൽ സങ്കീർത്തനങ്ങളാൽ വാ തുറക്കുമ്പോൾ കീർത്തനം പുറത്തു വരണം. വാ തുറക്കുമ്പോൾ ഭോഷ്കല്ല പുറത്തു വരേണ്ടത്. നമ്മളൊക്കെ കൂടുതൽ പെട്ടെന്ന് വിശ്വസിക്കുന്നു ഭോഷ്ക. ഒന്നുകൂടെ അതിലേക്ക് വരുന്ന ക്ഷമിക്കണം. കുഞ്ഞുമനച്ചാൻ കുറെ വിധവകളെ സഹായിച്ചു. പാവപ്പെട്ട കുറച്ച് പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പണം കൊടുത്തു. കുറച്ചു പേർക്ക് വീട് വെച്ചു കൊടുത്തു. സുവിശേഷ വേലയ്ക്ക് അദ്ദേഹം പലതും ചെയ്യുന്നുണ്ട് എന്നൊരു ഒന്നിനെ എന്ന് പറഞ്ഞ അതിനെ കുറിച്ചൊരു വിശദീകരണം ഞാൻ കൊടുത്താൽ പാസ്റ്റ് വരെ പണി നോക്ക്. പുള്ളി അതൊക്കെ ഒരു ജാടയാണ്. എന്നാ ഞാൻ ഹൃദയം നിന്ന് അറിഞ്ഞോ എന്താ കുഞ്ഞുമണി ജയിലില്ല. എന്നിട്ട് ധൃതി വെച്ച് നിൽക്കുക പോകാൻ. ഭോഷ്ക് കേൾക്കാനുള്ള ആവേശം. എന്നിട്ട് പോകത്തില്ല. പിടിവിട്ടാലും പോകുന്നില്ല. എന്നിട്ട് വിടത്തില്ല. ഈ ഒരു ആത്മാവിന് അടിറ്റാൻ നമ്മൾ അതിനെ ഒരു ക്രിസ്തു വിശ്വാസം ജയിക്കണം.
Praise the Lord. സ്തോത്രം. വിട്ടുകളഞ്ഞ ഹൃദയത്തിൽ നാവിൽ എന്ത് നിറയ്ക്കണം? എല്ലാവരും ചേർന്ന് പറഞ്ഞേ. സങ്കീർത്തനങ്ങൾ കൊണ്ട് നിറയണം, പിന്നെ സ്തുതി കൊണ്ട് നിറയണം, ആത്മീയ ഗീതങ്ങൾ കൊണ്ട് നിറയണം, തമ്മിൽ പഠിപ്പിക്കുവാൻ നിറമുണ്ടായിരിക്കണം, വിജ്ഞാനത്തിന്റെ വചനം കൊണ്ട് നിറയണം. Praise the Lord. വാ തുറന്നാൽ ഒരു കീർത്തനവും ഒരു വാക്യത്തെ വചനവും പുറത്തു വരണം, ഒരു സ്തുതി പുറത്തു വരണം. ആമേൻ. ഓ ശോഭനത്തിൽ എല്ലാവരും കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തുതി പുറത്തു വരണം. ഹല്ലേലൂയ. Praise the Lord. ഇന്നത്തെ ഇന്നാരുടെ കാര്യം അറിഞ്ഞോ ബ്രദറെ? Praise the Lord. അറിഞ്ഞില്ലയോ? ആൾ പോക്ക. Praise the Lord. പിടിക്കപ്പെട്ടു. അതല്ല പുറത്തു വരേണ്ടത്. ഒരു കീർത്തനം നീ പാട്, ഒരു വചനം നീ പറ, ഒരു സ്തുതി പറ, ഒരു സ്തോത്രം പറ. കൈതൊണ്ടവന്റെ ആത്മീയം പെരുകട്ടെ, വർദ്ധിക്കട്ടെ. Praise the Lord. സ്തോത്രം. ഇത് 4ാമത്തെ അഞ്ചാണ്. ഈ 5 കൂട്ടം കൊണ്ട് നിറയണം ഹൃദയം. ഇനി 5ാമത്തെ 5ലേക്ക് വന്ന് നമുക്ക് ഈ ദൂത് അവസാനിപ്പിക്കണം. Praise the Lord. 5ാമത്തെ 5 18 മുതൽ വേദഭാഗം. വായിച്ചു ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കൈപ്പായിരിക്കരുത്. മക്കളെ നിങ്ങളുടെ അപ്പയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. ഒരു കുടുംബത്തിലേക്ക് പൗലോസ് തിരിഞ്ഞിട്ട് ആദ്യം വിളിച്ചത് ഭാര്യയാണ്. അവള് വീട്ടിലെ അച്ചായനായതുകൊണ്ടല്ല ഭാര്യയെ വിളിച്ചത്. ചുരുക്കങ്ങനെ തോന്നിപ്പോകും. Praise the Lord. അവള് ഭവനത്തിലെ പ്രധാനപ്പെട്ട പുള്ളിയായതുകൊണ്ടാണ് വിളിച്ചത്. പത്രോസ്, പൗലോസ് തുടങ്ങിയുള്ളവർ പത്രോസിന്റെ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും കുടുംബങ്ങൾക്ക് ലേഖനം എഴുതുമ്പോൾ ആദ്യം വിളിച്ചതെല്ലാം ഭാര്യയാണ്. തനി മലയാള ഭാഷയിൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: എന്റെ പൊന്നു മോളെ, നീ ശരിയായാൽ നിന്റെ കുടുംബം ശരിയാകും. അതാണ് ഇതിന്റെ അർത്ഥം. നിന്റെ ഭർത്താവ് ഒരു താന്തോന്നിയും വഴിതെറ്റിപ്പോകുന്നവരുമെങ്കിൽ നീ ആള് കറക്റ്റെങ്കിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരാം. പക്ഷെ നീ തെറ്റിപ്പോയാൽ നിന്നെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ കാറ്റിനെ അടയ്ക്കുന്നത് പോലെ, എണ്ണയെ ഒതുക്കുവാൻ ശ്രമിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് ശരിയായാൽ നിന്റെ കുടുംബം ശരിയാകും. Praise the Lord. സഹോദരിമാരെ സ്തോത്രം പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നിന്റെ വല്യമ്മച്ചിയാണ് ഏതെങ്കിലും പാപം ചെയ്ത് സ്തോത്രം അവിടെ പ്രശ്നമുണ്ടാക്കിയത്, ബന്ധങ്ങൾ ശിഥിലമാക്കിയത്. ഈ നിൽക്കുന്ന എന്റെ സ്ത്രീ, ഈ നിൽക്കുന്ന നീ തന്ന ഈ സ്ത്രീ എന്ന് നിന്നെ കുറിച്ച് പറയുവാൻ കാരണം നീ ചെയ്ത തെറ്റാണ്. ബന്ധത്തിന്റെ ആഴം ശിഥിലമായെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നീ ശരിയായാൽ നിന്റെ കുടുംബം ശരിയായി. പ്രൈസ് ദി ലോർഡ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പത്രോസ് പറയുമ്പോൾ സകലത്തിലും കീഴടങ്ങിയെന്ന് പത്രോസ് പറയുന്നു. എന്നാൽ പൗലോസ് അതിന് അല്പം കൂടെ ദയ കാണിച്ചുകൊണ്ട് പറയുന്നു, കർത്താവിൽ ഉചിതമാകുമെന്നും കീഴടങ്ങണം. കുഞ്ഞുമണിച്ചാൻ പ്രിയപ്പെട്ട അമ്മണിയാന്റിയോട് പറയുക, എടീ, ഞാന് ടൗണിലോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഗൾഫിൽ ജോലി ചെയ്ത അല്ലെങ്കിൽ ബോംബെയിൽ ജോലി ചെയ്ത കുറെ പേരെ കണ്ടു. 12:30 അവർ വീട്ടിൽ നിന്ന് വല്ലതും കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. ആശുപത്രി ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, ഇവിടെ ഞാൻ ഒന്നും കരുതിയിട്ടില്ല, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, ബുദ്ധിമുട്ടിക്കല്ലേ പറഞ്ഞു.
ലക്ഷണമില്ല. എൻ്റെ പ്രിയപ്പെട്ടവനെ, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇന്ന് കഞ്ഞിയും പയറുമായാലും നിന്റെ വീട്ടിൽ നിന്ന് വല്ലതും കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. അങ്ങ് കെട്ടിപ്പിടിക്കുക, വിടത്തില്ല. പിന്നെ വിളിച്ചു, എൻ്റെ പൊന്നേടി അവർ വിടുന്നില്ല, ഒരു വീട്ടിലോട്ട് വരിക, നീ എന്തെങ്കിലും ഒന്ന് കരുതി എൻ്റെ പൊന്നച്ചായ അങ്ങോട്ട് കൊണ്ടുവരല്ലേ. ആകെ വിഷമിച്ചു. അപ്പോൾ പുള്ളിക്കൊരു ബുദ്ധി തോന്നി. പിന്നെയും വിളിച്ചു, എൻ്റെ അമ്മണിക്കുട്ടി, നീ ഒരു കാര്യം ചെയ്യാൻ, എന്താ കടയിൽ നിന്ന് ഒരു 3-4 കിലോ കോഴി വാങ്ങിച്ച് പെട്ടെന്ന് ഒന്ന് പൊരിച്ചു വെച്ച്, ഞാൻ കുറച്ച് പൊറോട്ടയും കുറച്ച് സബ്ജി പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവരാം, നമുക്കവർ കൊടുക്കാം. പിന്നെ ഓർത്ത് നോക്കിയപ്പോൾ യവന്മാർ ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ല. ഒരു വലിയ പുള്ളികളാണ്, ഇവരുടെ ശാപ്പാട് പുള്ളി കണ്ടിട്ടുണ്ട്. പിന്നെ വിളിച്ചു, എൻ്റെ അമ്മണി എന്താ വെച്ചാ ഞാൻ കോഴിയെ വാങ്ങിക്കാൻ പോവാ, ഇപ്പൊ പൊറോട്ടയും പച്ചക്കറിയും കൊണ്ട് അല്ല എൻ്റെ പൊന്നേടി എന്താ വെച്ചാ പറയച്ച. ഓ, നിന്നോട് എങ്ങനെ പറയാൻ, എന്നാലും പറയച്ച എടി, അവര് ഇതുകൊണ്ട് തൃപ്തിപ്പെടുമോ? ഞാൻ 2 കുപ്പിയുടെ നിനക്കൊന്നും തോന്നല്ലേ, നമുക്ക് വേണ്ട, അവരിന്ന് കുടിച്ചിട്ട് പോകട്ടെ. പിന്നെ പൊറോട്ടയും പച്ചക്കറികളും ഒക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി. കോഴിയെ വറുത്ത് വെക്കുന്നതും എനിക്ക് മനസ്സിലായി. ബുദ്ധിമുട്ടിയായാലും ചെയ്യാം. നിങ്ങൾ ഈ ലാസ്റ്റ് ഈ മുക്കിയും മൂളിയും ഒക്കെ കുപ്പി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഈ ഗേറ്റിനകത്ത് നിങ്ങളും കയറത്തില്ല, അവരും കയറത്തില്ല. അതാ ഭാര്യ. എല്ലാരും പറഞ്ഞു, അതാണ് ഭാര്യ. അങ്ങനെ പറയാൻ കഴിവില്ലാത്തവൾ ആരല്ല, ഭാര്യയല്ല, അവൾ വേലക്കാരിയാണ്, ദാസിയ. ഇവളെയാണ് ഗ്രഹപ്പണി ഏൽപ്പിച്ചത്. ദൈവത്തിന് വിരുദ്ധമായ ഒരു നടപടിക്രമം ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഉണ്ടായാൽ നോ പറയുന്നവളാണ് ഭാര്യ. അതിന് തന്റെ ഇടമുണ്ടായിരിക്കണം ഭാര്യമാർക്ക്. അവളെയാണ് ഗ്രഹപ്പണി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാ ഞാൻ ഇവനിക്ക് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് നാഥന്റെ പാദപീഠത്തിൽ ഒരു ദിവസം പ്രതിഫലത്തിൽ നിൽക്കണമെങ്കിൽ ഉഴപ്പി പണതുകൊണ്ട് ചെല്ലരുത്, പണത് തന്റെ ഇടത്തോടെ നിൽക്കണം. അടുത്ത തിയേറ്ററിൽ 20 മൃഗങ്ങൾ തുണിയില്ലാതെ ഡാൻസ് ചെയ്യുന്ന ഒരു ഡാൻസ് ഉണ്ട്, നീ കുഞ്ഞുങ്ങളും ഒരുങ്ങി നിൽക്കെന്ന് പറഞ്ഞാൽ നോ പറയുന്നവളാണ് ഭാര്യ. എന്നെയും കിട്ടത്തില്ല, എന്റെ പിള്ളേരെയും കിട്ടത്തില്ല, നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് ഈ പടിക്കകത്ത് വന്നേക്കരുത്, വാതിലടയ്ക്കും എന്ന് പറയുന്നവളാണ് ഭാര്യ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കർത്താവിൽ ഉചിതമാകും വണ്ണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ഉചിതമല്ലാത്ത അവസ്ഥ തെറ്റിയ, പ്രമാണം തെറ്റിയ ഒരു കാര്യം ഭർത്താവ് പറഞ്ഞാൽ നോ പറയുവാൻ ഭാര്യ അഭിഷേകമുള്ളവളായിരിക്കണം. ആരാധനയ്ക്ക് വരാത്ത ഭർത്താവിനെ സ്തോത്രം ഒരുക്കി തെള്ളി ഇറക്കി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല സ്തോത്രം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് കൊണ്ടുവരുന്നവളാണ് ഭാര്യ. എന്തേ ആന്റി, അച്ഛനെന്തേ? ഓ, ക്ഷീണമാ, എഴുന്നേറ്റിട്ടില്ല. നീ ഭാര്യയല്ല, തല്ലി ഉണർത്തി ഒരുക്കി തെള്ളി ഇറക്കുന്നവളാ ഭാര്യ. എന്തിന് ആരാധനയ്ക്ക് അതിന് കഴിവില്ലാത്ത നീ വേലക്കാരിയാ, ദാസിയാ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് പോകാൻ മേലാത്ത ക്ഷീണമൊന്നും പ്രിയപ്പെട്ടവരില്ല. നീ അതിന് ഒത്താശ പറയാം, കള്ളം പറയാം ദൈവദാസനോട്. ഓ, ക്ഷീണമാ, വെളുപ്പിനെയാ വന്നത്, അടുത്തൊരു ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ വെളുപ്പിനെ പോകും. ആരാധനയ്ക്ക് ക്ഷീണമാണ്.
സ്തോത്രം. നിന്റെ ഡ്യൂട്ടി നിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അഭിമാനത്തോടെ ചെയ്യണം. ചില വിഷയത്തിൽ നീ ഒരു സിംഹിത്തുല്യായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബം നേരെയാകും, നിന്റെ തലമുറ നേരെയാകും. നീ എവിടെ ഉഴപ്പ് കാണിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം നിന്റെ ഭവനം സ്തോത്രം ശിഥിലമായിട്ടുണ്ട്. നീ എവിടെ തന്റെ ഇടം കാണിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പണിയപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ കർത്താവിൽ ഉചിതമാകുമെണ്ണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും സ്തോത്രം ഉചിതമല്ലാത്ത ഒന്നിനും കീഴടങ്ങി ദൈവനാമത്തിന് അപമാനം വരുത്തരുത്. സ്തോത്രം. അടുത്ത ഭർത്താക്കന്മാരെ സ്നേഹിക്കാനേ പറയുന്നുള്ളൂ. പോറ്റാൻ പറയുന്നില്ല, പുലർത്താൻ പറയുന്നില്ല, ബഹുമാനിക്കാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. സ്നേഹിക്കുക എന്ന ഒറ്റ വാക്കിൽ കൊണ്ട് ഒതുക്കി. കാരണം സ്നേഹത്തിലെല്ലാം ഉണ്ട്, സ്നേഹത്തിലെല്ലാം ഉണ്ട്. 10,000 രൂപയുടെ സാരി ചായ വാങ്ങിച്ചോണ്ട് തന്ന് നല്ല വാക്ക് പറഞ്ഞ് ഏൽപ്പിച്ചാലും എന്റെ ഇച്ഛാൻ എന്നോടല്ല സ്നേഹം, മറ്റാരോടാണ് സ്നേഹം എന്നൊരു ഹൃദയത്തിനൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ സാരി അവൾക്ക് സന്തോഷം ജനിപ്പിക്കുന്നില്ല. എന്നാൽ 100 രൂപയുടെ ഒരു വില കുറഞ്ഞ സാരി വാങ്ങിക്കൊടുത്തിട്ട് സ്തോത്രം അവളെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ എന്റെ ഇച്ഛാൻ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്ന ഒരു ഫീലിംഗ് നിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ അവൾ ഏറ്റവും വലിയ നിധിയായി കരുതും. നീ വാങ്ങിക്കൊടുത്ത AC കാറോ പണിത മണിമാളികയോ സാരികളോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ അല്ല നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കുന്നത്. നീ കൊടുക്കുന്ന ആഴമേറിയ സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ നീ എന്തു കൊടുത്താലും അവൾ സംതൃപ്തിയല്ല. ആ ഭവനം ഒരു നരകമാണ്. അതുകൊണ്ട് ഭാര്യമാരെ, ആ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. എല്ലാ ഭർത്താക്കന്മാരും ഒന്ന് പറയുമോ? ബാത്റൂമിൽ ഭാര്യ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. സാമ്പത്തിക പാസ്റ്റേ പറഞ്ഞോളൂ. പറഞ്ഞാലും എല്ലാവരും ചേർന്ന് പറഞ്ഞു, ഭാര്യമാരെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവരോട് കൈപ്പായിരിക്കരുത്. കൈപ്പുണ്ടാകാം, പക്ഷെ അതിന് ആയുഷ്യം കൂടരുത്. പ്രൈസ് ദി ലോർഡ്. അത് പെട്ടെന്ന് പരിഹരിക്കണം, അതിന്മേൽ ജയമെടുക്കണം. താഴോട്ട് വായിച്ചേ. മക്കളോടുള്ള ദൂത്, അമ്മയപ്പന്മാരെ സകലത്തിനും അനുസരിപ്പീൻ. മക്കൾ ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ അടുത്തത് എന്താണ്? പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ അതൊരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ അത് വ്യക്തമാക്കി ഈ ഭാഗം സമാപനത്തിലേക്ക് കൊണ്ടുവരട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്റെ മകന്റെ പേര് ഷിബു. പ്രൈസ് ദി ലോർഡ്. രാജനപ്രാം പാസ്റ്റർക്ക് ഒരു മകനുണ്ടെന്ന് ഇരിക്കട്ടെ, ഞാനൊരു പേരങ്ങ് പറയാ, ജോമോൻ. അങ്ങനെ അല്ലായിരിക്കാം, ഒരു ഭാവനയാണ്. എന്റെ മകൻ SLCക്ക് ആവറേജ് മാർക്ക് വാങ്ങി ജയിച്ചു. രാജനപ്രാം പാസ്റ്ററുടെ മകൻ ജോമോൻ റാങ്ക് വാങ്ങി. ഞങ്ങൾ 2 അയൽക്കാരാണ്. അവന്റെ പേര് പടമൊക്കെ പത്രത്തിൽ മനോരമയിൽ വന്നു, ഫ്രണ്ട് പേജ്. അവൻ ആ പത്രവും പിടിച്ചോണ്ട് ഇങ്ങനെ കൂത്താടുകയും ബഹളം വെക്കുകയും സന്തോഷിക്കുകയും നാട്ടുകാരൊക്കെ കൂടുകയും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ വന്നവനെ അഭിനന്ദിക്കുകയും ആ വീട്ടിൽ ഭയങ്കര ആഘോഷവും സന്തോഷവും ഉത്സവവും ഒക്കെ നടക്കുക. എന്റെ മകൻ ആവറേജ് മാർക്ക് വാങ്ങി ഇങ്ങനെ ഇരിക്കുക. എനിക്ക് വലിയ പ്രയാസം തോന്നി. ചെറിയ കഴിഞ്ഞപ്പോൾ ഞാൻ ജോമനെ മോനിഞ്ഞു വന്നേടാ, എന്തോ അങ്കളെ നീഞ്ഞു മകടാ. അവൻ ഓടി അടുത്ത് വന്നു. മോനെ നീ റാങ്ക് വാങ്ങിച്ചില്ലേ? ഇവിടെ ആ വാങ്ങിച്ച, കർത്താവ് കൃപ ചെയ്തങ്ങളെ. മോനെ നീ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകൂടാ. ഉടനെ പറഞ്ഞു, ഇല്ലടാ ഇന്ത്യൻ പ്രസിഡന്റാ. അല്ല നീ പത്തനംതിട്ട ജില്ലയുടെ കളക്ടർ ആകുമ്പോഴാ, SP ആകുമ്പോൾ. ഇങ്ങനെ ഒരുപാട് കൂട്ടം കാര്യങ്ങൾ എന്റെ അങ്കിൾ ഏതെങ്കിലും ഒന്ന് പറ, ഇത് എന്തോ ആകുമെന്ന്.
ഞാനങ്ങ് സന്തോഷിക്കുക. അവന് കിട്ടാൻ പോകുന്ന പദവികളൊക്കെ ഒരുപാടങ്ങ് പറഞ്ഞു. അവനങ്ങ് സന്തോഷിച്ചു. അവനെ ഉയർത്തി പൊക്കി. എന്നിട്ട് എന്റെ മോന്റെ തോളയിൽ തട്ടിട്ട് നിൽക്കുന്നതാ ഒരു പന്നി. തിന്നാൻ കൊള്ള ഒരു മക പഠിക്കത്തില്ല. ആവറേജ് മാർക്ക് വാങ്ങി ഇരിക്കുക. പോയി ചാകടാ, നീ ഇറങ്ങി പോടാ, നീ വീട്ടിൽ ജനിച്ചല്ലോ എന്ന് പറയുന്ന ഒരു പിതാവാണ് ഞാനെങ്കിൽ ഞാൻ എൻ്റെ മകനെ കോപിപ്പിക്കുകയാണ്, അവനെ അധൈര്യപ്പെടുത്തുകയാണ്. അടുത്ത വീട്ടിലെ ജോമോനെ നീ പുകഴ്ത്ത്, ഉയർത്ത്. ആവറേജ് മാർക്ക് വാങ്ങിയതിന്റെ മോന്റെ തോളിൽ തട്ടിട്ട് അവനോട് പറ, ജോമോന് പറ, നിൽക്കുന്നടാ, ഇവൻ നിന്നേക്കാൾ മിടുക്കനാടാ, നീ ഒരു കമ്പ്യൂട്ടർ അഴിച്ചിട്ട് പറ, 5 മിനിറ്റ് കൊണ്ട് അവൻ നേരെയാക്കും. ഇവൻ സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ആകുമടാ, ഇവൻ ഒന്നാം തരം വലിയ മിഷണറി ആകുമടാ, ലോക രാജ്യങ്ങൾ സന്ദർശിച്ച് പ്രഘോഷിക്കുന്ന ഒരു വലിയ പ്രസംഗിയാണ് ജോമോനെ. നിന്നേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്റെ മോൻ, ഭയങ്കര ബുദ്ധിശാലിയാണ് എന്ന് പറഞ്ഞ് എന്റെ മകനെ അവന് തുല്യം ഞാൻ ഉയർത്തി കാണിക്കാതിരുന്നാൽ എന്റെ മകനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാതകമാണത്. എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ ഒരു സത്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ എന്ത് ചെയ്യരുത്, ഓർപ്പിക്കരുത്. അതിന്റെ ഒരു സീനാണ് ഞാൻ പറഞ്ഞത്. പാസ്റ്ററെ, ഒരു മകൻ പഠിക്കത്തില്ല, 3-4 നേരം ഇരുന്ന് തിന്നും ഉറക്കവും ടിവിയും ഇന്റർനെറ്റുമാണ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് തള്ളിയിട്ട് തരരുത്, പ്രാർത്ഥിച്ച് ശരിയാക്കി തരാൻ. അങ്ങനെ ചെയ്താലുള്ള അവൻ ആയുസ്സിൽ സഭാകോളിൽ വരത്തില്ല. അവന്റെ ബലഹീനത രഹസ്യമായി ഞങ്ങളോട് പറയണം. അവൻ കേൾക്ക പറയരുത്. പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ അടുക്കൽ വരുവാൻ അവന് ആശങ്കയുണ്ടാകും, അവൻ അപകർഷബോധം ഉണ്ടാകും, അവൻ ചർച്ചിൽ കയറത്തില്ല. പരസ്യമായി കുഞ്ഞുങ്ങളുടെ ബലഹീനത സാക്ഷി പറയരുത്. പരസ്യമായി കുഞ്ഞുങ്ങളുടെ ബലഹീനതകൾ പറഞ്ഞ് പ്രാർത്ഥനാ നടത്തരുത്. അതൊക്കെ ദൈവദാസന്മാരുടെ ചെവിയിൽ രഹസ്യമായി പറയണം. എന്നിട്ട് പരസ്യമായി അവരെ ഉയർത്തി സംസാരിക്കണം. പല കുഞ്ഞുങ്ങളും ആരാധനയ്ക്കും സഭാകോളിലും വരാത്തത് പാസ്റ്റർമാർ മുമ്പിലിട്ടവരെ കളിയാക്കി, അവരെ പരിഹസിച്ചു, കഴിവില്ലാത്തവനെന്നും പറഞ്ഞു, ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞു. അത് പാസ്റ്ററുകൾ കേട്ടു. ഇനി ആ പാസ്റ്ററുടെ അടുത്തോട്ട് ഞാൻ എങ്ങനെ ചെല്ലും? മമ്മി പൊക്കോ, ഡാഡി പൊക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറയിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം പല മാതാപിതാക്കൾക്കുണ്ട്. അവർ കേൾക്കേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉയർത്തി സംസാരിക്കണം, ബഹുമാനിച്ച് സംസാരിക്കണം. അവൻ ബുദ്ധിശാലിയാണെന്ന് പറയണം, കഴിവുള്ളവളാണെന്നും കഴിവുള്ളവനാണെന്നും പറയണം. അത് നിങ്ങളുടെ പാസ്റ്റർ കേൾക്കുമ്പോൾ ആ പാസ്റ്റർ അടുക്കൽ ചെല്ലുവാൻ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടം തോന്നും. എത്ര പേർക്ക് മനസ്സിലായി? മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇനി അടുത്ത ദാസനോടുള്ള ദൂത്, അതോടുകൂടെ ഈ ക്ലാസ് അവസാനിക്കുക. ദാസനോടുള്ള ദൂത് എന്താ? ആ കാലഘട്ടത്തിൽ വീടുകളിൽ വേലക്കാരുണ്ടായിരുന്നു. ദൈവദാസന്മാർ കയറി ഇറങ്ങി, അവർ പലരും മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ വന്നു തിരുമേശയിൽ പങ്കെടുക്കാൻ. അപ്പോൾ ദൈവദാസൻ പ്രസംഗിച്ചു, ഇനി ക്രിസ്തുവിൽ യജമാനെന്നും ദാസനൊന്നുമില്ല, നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്, ഒരപ്പത്തിന്റെ അംശികളാണ്. ഇവിടെ ദാസനെന്നും യജമാനെന്നുമില്ല, വലിയവനെന്നും ചെറിയവനെന്നുമില്ല, നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഈ പ്രസംഗം ഈ ദാസൻ നല്ലതുപോലെ കേട്ടു, ഗ്രഹിച്ചു. സ്നാനവും തിരുമേശയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ പഴയതുപോലെ ഈ പുള്ളി എന്തോ ഇന്നില്ല, വേലയൊന്നും ചെയ്യുന്നില്ല. ആരാധന കഴിഞ്ഞ് എന്നാൽ ഉടനെ പാത്രം കഴുകി ആഹാരമൊക്കെ വിളമ്പാൻ ധൃതി വെക്കുന്നവൻ ഇപ്പം മാറി നിൽക്കുക. ഇടാ, പാത്രം കഴുകണ ആന്റിയുടെ വാ, നമുക്ക് ഒന്നിച്ച് കഴിയും. എടാ, മിറ്റം തൂക്കട, ആന്റിയുടെ വാ, നമുക്ക് ഒന്നിച്ച് തൂക്കാം.
എടാ പശുവിനെ കുളിപ്പിക്കണം, അച്ചായൻ്റെ നമുക്ക് ഒന്നിച്ച് കുളിപ്പിക്കാം. എന്താടാ നീ ഇപ്പൊ ഇങ്ങനെ? ആ പാസ്റ്ററുകൾ പ്രസംഗിച്ച് കേട്ടില്ലേ, ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ്, ഇനി ദാസനെന്നും യജമാനൊന്നുമില്ല, ഒരപ്പത്തിന്റെ അംശികളാണ്, അതുകൊണ്ട് നമ്മളെല്ലാം ഇനി തുല്യരാണ്, ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾ എന്ത് ചെയ്യണം. ഈ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോസ്തലൻ അതിന് കൊടുത്ത ദൂതാണ് ദാസന്മാർക്ക്. ജഡപ്രകാരമുള്ള നിങ്ങളുടെ ദാസന്മാരെ, യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. ഇത് വായിച്ചേ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. ദാസന്മാർക്ക് കൊടുത്ത ദൂത്, നിങ്ങൾ വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ യജമാനന്മാരെ സകലത്തിലും നിങ്ങൾ അനുസരിപ്പിൻ. സ്തോത്രം. ഭാര്യയ്ക്ക് ദൂത് കൊടുത്തു, ഭർത്താവിന് ദൂത് കൊടുത്തു, മക്കൾക്ക് ദൂത് കൊടുത്തു, പിതാക്കന്മാർക്ക് ദൂത് കൊടുത്തു, ദാസന് ദൂത് കൊടുത്തു. ഒരു ഭവനം എന്ന് പറയുമ്പോൾ 5 വകുപ്പുകൾ ഉൾപ്പെടുന്നതാണ് ഒരു ഭവനം. ഈ ഭവനത്തിൽ 5 പേർക്കും 5 കൂട്ടർക്കും ദൂത്. പഞ്ചോപദേശ സംഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്ന കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 5 വിധ ഉപദേശങ്ങൾ 5 വിധത്തിൽ കൂടെ ഇന്ന് പകൽ നിങ്ങൾ പഠിച്ചപ്പോൾ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുവാൻ കാത്തിരിക്കുന്നെങ്കിൽ, അങ്ങനെ ഒരു ഉയർപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ, യേശു മണവാളന്റെ വരവ് നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ, വിട്ടുകളയേണ്ടതും മരിപ്പിക്കേണ്ടതും ധരിക്കേണ്ടതും നിറയ്ക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ പഞ്ചോപദേശ സംഗ്രഹങ്ങൾ അടങ്ങിയ ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ പഠനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഒരു അടിസ്ഥാനമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൊട്ടിയും പാണിയും കൈയടിച്ചു പൊട്ടിച്ചത് കൊണ്ടോ നൃത്തം ചെയ്തുകൊണ്ടോ അങ്ങ്